അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഇന്ന് പറയുന്നത് ഈമാൻ നഷ്ടപ്പെട്ട് മരിക്കാതിരിക്കാനുള്ള വഴികളാണ് പറയുന്നത്. ചില നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഈമാൻ വരെ നഷ്ടപ്പെടും, ഈമാൻ ഇല്ലാതെ മരിച്ചു പോകും. അത് ഏതൊക്കെയാണ് കാര്യങ്ങൾ? ഇൻഷാ അല്ലാഹ് ഒരു 5 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്താണ് 5 കാര്യങ്ങൾ? ഒന്നാമത്തത്, മൻ തകല്ലമ ബികലാമി ദുനിയ ഇൻദൽ അദാനി യതലജ്ലജു ലിസാനുഹു ഇൻദൽ മൗത്ത്. ആരെങ്കിലും ദുന്യവിയായ കാര്യങ്ങൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത്, ഇൻദൽ അദാൻ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദുന്യവിയായ കാര്യം, ഇനി ഉഖ്റവിയായ കാര്യമാവട്ടെ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചവൻ ഈമാൻ നഷ്ടപ്പെടുമെന്ന് ഹദീസിൽ പറഞ്ഞ സംഭവമാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ചില ആളുകൾ തീരെ കേൾവി കൊടുക്കാത്ത അല്ലെങ്കിൽ തീരെ പരിഗണിക്കാത്ത സംഭവമാണ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുക എന്നത്. ചില പരിപാടികളിലൊക്കെ നമുക്കറിയാം, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? പരിപാടി ഒന്ന് സ്റ്റോപ്പാക്കി വെക്കും. എന്നിട്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എന്താ പരിപാടി? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? സംസാരിക്കുക. മെല്ലെ സ്വരം കുറച്ച് താത്തി കൊണ്ട് സംസാരിക്കുക. ഇത് ചെയ്യാൻ പാടില്ല. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. അതൊരിക്കലും ചെയ്യരുത്. മറ്റൊന്നാണ്, നമുക്കറിയാമല്ലോ, പണ്ട് കാലങ്ങളിലൊക്കെ ഈ അനൗൺസ്മെൻറ്റ് പോവാറുണ്ട്. എന്ത്? റോഡിലൂടെ അനൗൺസ്മെൻറ്റ് പോവാറുണ്ട്. പള്ളിയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭവനമാണ്, അത് ഇതര മതക്കാർ, അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യനാവട്ടെ ഏത് മതക്കാരനാണെങ്കിലും പള്ളിയുടെ ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ അനൗൺസ്മെൻറ്റുകളൊക്കെ നിർത്തിവെക്കാറുണ്ട്. അവിടെ നിന്ന് സൈലൻറ്റ് വലിച്ചിട്ടാണ് അവിടെ നിന്ന് പോവാറ്. എന്നാൽ ഇന്നത്തെ കാലത്ത് എന്താ സംഭവിക്കുന്നത്? പള്ളിയുടെ മുന്നാണോ അല്ലെങ്കിൽ അമ്പലമാണോ ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ ഭവനമാണോ അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന എന്തെങ്കിലും ആണോ, അവിടെയൊന്നും അതിനൊന്നും ഒരു ബഹുമാനം കൊടുക്കാതെ വളരെ ശബ്ദത്തിൽ പള്ളിയുടെ അടുത്ത് വെച്ച് പരിപാടികൾ നടത്തുന്നു, അല്ലെങ്കിൽ പള്ളിയുടെ മുന്നിലൂടെ അനൗൺസ്മെൻറ്റ് പോകുന്നു. ഇതൊക്കെ വലിയ ശബ്ദത്തിൽ നടത്തി പോകുന്ന ഒരു കാലമാണ്. ഇതൊക്കെ ആര് വാങ്ങി വെച്ചതാണ്? ഇതൊക്കെ ആര് ചെയ്യിപ്പിച്ചതാണ്? എല്ലാം മുസ്ലിമീങ്ങളായ നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ അത് കാണിച്ചു കൊടുത്തു, അതിൻ്റെ ബഹുമാനത്തെ നഷ്ടപ്പെടുത്തി. അപ്പോൾ ഇതൊരു വളരെയധികം നിസ്സാരമായ കാര്യമാണ്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആരാവട്ടെ സംസാരിക്കാൻ പാടില്ല. സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യണം? സംസാരിക്കരുത് എന്ന് എന്ത് ചെയ്യണം? നമ്മളന്ന് ആക്ഷൻ കട്ട് ചെയ്ത് അവർ നിർത്തണം. നമ്മൾ സംസാരിക്കല്ലേ എന്ന് പറയുന്ന വലിയ ശബ്ദത്തിൽ നമ്മൾ പറയരുത്. നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്ന് നമ്മളെന്ത് ചെയ്യണം? ആംഗ്യ ഭാഷയിലൊന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ പേരിൽ, നമ്മൾ കാണിച്ചു കൊടുത്തതിൻ്റെ പേരിൽ അവർ സംസാരം നിർത്തിയാലോ? അവർക്കും കൂലിയുണ്ട്, നമുക്കും കൂലിയുണ്ട്. അപ്പോൾ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു വലിയൊരു കാര്യമാണ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? സംസാരിക്കുക എന്നത്. ഹാറൂൺ റഷീദ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. നമുക്കറിയാം, ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്കറിയുന്ന ആളാണ്. ഹാറൂൺ റഷീദ് ഒരിക്കൽ സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു. അപ്പോൾ ഈ ഭാര്യ എന്ത് ചെയ്യാണ്? സ്വപ്നം കാണുക. ഈ ഭാര്യ വളരെയധികം നല്ല സൗകര്യത്തോടുകൂടെ വലിയ സന്തോഷത്തോടുകൂടെ ഇങ്ങനെ സ്വർഗത്തിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഹാറൂൺ റഷീദ് ഭാര്യയോട് ചോദിച്ചു, എന്താണ് നീ ഇത്രയും വലിയ പദവി കിട്ടാൻ കാരണം എന്താണ് എന്ന് ഹാറൂൺ റഷീദ് ഭാര്യയോട് ചോദിച്ചപ്പോൾ ഹാറൂൺ റഷീദിൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊട്ടാരത്തിലേക്ക് പാട്ട് പാടുന്ന സംഘം വന്നു. അവർ വന്ന സമയം എപ്പോഴായിരുന്നു? മഗ്രിബിൻ്റെ സമയത്താണ്. ആ സമയത്ത് പാട്ടിൻ്റെ ആ സമയത്ത് മഗ്രിബ് ബാങ്ക് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു അവരോട്, ഇപ്പോൾ മഗ്രിബിൻ്റെ സമയമാണ്, നിസ്കരിക്കേണ്ട സമയമാണ്, ബാങ്ക് കൊടുക്കുന്നുണ്ട്, പാടാൻ പാടില്ല, അവരെ പറഞ്ഞയൊക്കെയാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു? ആ പാട്ടുകാരെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു. ഇതിൻ്റെ കാരണത്താൽ എന്തേ ബഹുമാനിച്ചത്? ബാങ്ക് കൊടുക്കുന്നുണ്ട്, അതിനെ ബഹുമാനിച്ച് അവരെ പിരിച്ചുവിട്ടതാണ്. ഇതിൻ്റെ കാരണത്താലാണ് ഞാൻ ഈ കാണുന്ന വലിയ സൗകര്യത്തോടുകൂടെ ഞാൻ എന്ത് ചെയ്യുന്ന, എനിക്ക് അല്ലാഹു തആല നൽകിയ ഒരു ദറജയാണ്, പദവിയാണ് സ്വർഗം എന്ന് ഹാറൂൺ റഷീദിൻ്റെ ഭാര്യ സ്വപ്നത്തിലൂടെ പറയാണ്. അപ്പോൾ എന്തേ സംഭവിച്ചത്?
ഹാറൂൺ റഷീദിൻ്റെ ഭാര്യ ബാങ്കിനെ എന്ത് ചെയ്യും, ബഹുമാനിച്ചു. ബാങ്കിൻ്റെ സമയത്ത് ഇവരെ പറഞ്ഞയച്ചു. അപ്പം സംസാരിക്കാൻ സമ്മതിച്ചില്ല. ബാങ്കിനെ ബഹുമാനിച്ചതാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിനെ നാം എന്ത് ചെയ്യും, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. നമുക്കറിയാലോ, അല്ലാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചാൽ നമുക്കെന്ത് ചെയ്യും, തഖ്വയും അതുപോലെ നമ്മുടെ ഹൃദയമൊക്കെ നന്നായി വരും. നമ്മുടെ ഹൃദയത്തിൽ തഖ്വ ഉണ്ടാവും. അതിൽപ്പെട്ടതാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ എന്ന് പറഞ്ഞാൽ പള്ളിയെ ബഹുമാനിക്കണം. പള്ളിയുടെ അടുത്ത് നിന്ന് വലിയ ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല. പള്ളിയിൽ കയറിക്കൊണ്ട് വലിയ ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ബാങ്കിനെ ബഹുമാനിക്കണം. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നാം സംസാരിക്കാൻ പാടില്ല. അപ്പം ഒന്നാമത്തെ കാര്യമാണ് നാം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കരുത് എന്നുള്ളത്. അതുപോലെയാണ് മറ്റൊരു കാര്യം, നമ്മൾക്കൊക്കെ മക്കളുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ പേരുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ, നമ്മുടെ മക്കളുടെ പേരുകൾ എടുത്തു നോക്കുമ്പോൾ അവിടെയൊക്കെ മുഹമ്മദ് എന്ന പേരിട്ട മക്കളെ കാണാം. നമ്മുടെ പേരുകൾ മുഹമ്മദ് എന്ന് കാണാം. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, നിങ്ങളുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന പേരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും യാ മുഹമ്മദ് എന്ന് പേര് വിളിക്കാൻ പാടില്ല. മുഹമ്മദേ ഒന്ന് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയാൻ പാടില്ല. കാരണം എന്താണ്, മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി സ്വർഗത്തിലാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. ഒരാൾക്ക് മുഹമ്മദ് എന്ന പേര് നിങ്ങൾ ഇട്ട് കൊടുത്തു, എന്നാൽ ആ മുഹമ്മദ് എന്ന പേരുള്ള വ്യക്തി ഒരിക്കലും നരകത്തിൽ പോവുകയില്ല എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. കാരണം എന്താണ്, മുഹമ്മദ് എന്നത് നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ്. ആ മുത്തുനബിയുടെ പേരാണ് എന്ന നിലക്ക് ഇട്ട വ്യക്തിയാണോ അവൻ സ്വർഗത്തിലാണ്, അത് ഉറപ്പാണ്. കാരണം മുത്തുനബിയുടെ പേരാണല്ലോ. അതുപോലെ അള്ളാഹുവിൻ്റെ പേരുണ്ട്. അള്ളാഹുവിന് എന്ത് ചെയ്യും, 99 പേരുണ്ട്. ആ 99 പേരുകളിൽ നിന്നും ഏതെങ്കിലും പേര് ഒരു വ്യക്തിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിക്കണം. അദ്ദേഹത്തിന് ആ പേര് കൊണ്ട് തന്നെ ബഹുമാനിക്കണം. ആ പേര് കൊണ്ട്, അള്ളാഹുവിൻ്റെ പേരാണല്ലോ ഇട്ടത്, അദ്ദേഹത്തെ ബഹുമാനിക്കണം. ഒരിക്കലും അവൻ്റെ പേര് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിന്ദിക്കുന്ന രീതിയിൽ നാം എന്ത് സംസാരിക്കാൻ പാടില്ല. മുത്തുനബിയുടെ പേര് അതുപോലെ തന്നെയാണ്, ബഹുമാനിക്കണം. പേരിനെ ബഹുമാനിക്കണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. ഒരിക്കലും ബഹുമാനക്കേട് നടത്തരുത്. ബഹുമാനമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യരുത്, നാം അവരോട് സംസാരിക്കാനോ ദേഷ്യപ്പെടാനോ പാടില്ല. മുഹമ്മദ് എന്ന പേരുള്ള മക്കളോട് ദേഷ്യപ്പെടാൻ പാടില്ല. മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. കാരണം എന്താണ്, ആ കുട്ടിക്കും എൻ്റെ നേതാവിൻ്റെ പേരാണല്ലോ, അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ തല്ലാൻ പാടില്ല എന്ന് നമുക്കൊരു ബോധ്യം വേണം. കാരണം മുത്തുനബിയുടെ പേരിനെ ബഹുമാനിച്ചത് കൊണ്ടാണ്. അപ്പോൾ മുത്തുനബിയുടെ പേരിനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെടും. അതുപോലെയാണ് ഇന്ദ സമഇൽ ഖുർആൻ കേൾക്കുന്ന സമയം. ഒരാൾ ഖുർആൻ ഓതാ, ആ ഖുർആൻ ഓതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് വെറുതെ ഉറക്കെ ശബ്ദം ഉണ്ടാക്കി സംസാരിക്കുക, അതൊരിക്കലും ചെയ്യരുത്. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്. ആ അള്ളാഹുവിൻ്റെ കലാമിനെ നാം വേണ്ടതുപോലെ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം. ഖുർആൻ കേൾക്കുന്നുണ്ടെങ്കിൽ നാം അവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കറിയാമല്ലോ, വലിയ ധീരനായ ഒരു സഹാബിയാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു. ഉമർ റളിയല്ലാഹു എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ പെങ്ങള് അവിടെ നിന്ന് വീട്ടിൽ നിന്നും ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ മാധുര്യമായ ആ ഖുർആനിൻ്റെ വാക്കുകൾ കേട്ട്, ആ ഈണം കേട്ട് അതിൽ നിന്നും ലയിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ ഖുർആൻ എവിടെയെങ്കിലും പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ബഹുമാനത്തോടു കൂടെ അത് കേൾക്കുകയും അതിങ്ങനെ കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് എന്ത് ചെയ്യരുത്, ഉറക്കെ ശബ്ദം ഉണ്ടാക്കി സംസാരിക്കാൻ പാടില്ല. ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, നല്ലവണ്ണം ശ്രദ്ധിക്കണം. മൂന്നാമതായ ഒരു കാര്യമാണ്, നന്മ ഉപദേശിച്ച് തരുന്ന ആളുകളെ ഒരിക്കലും നിസ്സാരപ്പെടുത്തി കാണരുത് എന്നതാണ്. ഇപ്പം നമുക്ക് നന്മ ഉപദേശിച്ച് തരുന്ന ആളുകളുണ്ട്, നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ആളുകൾ, അവരൊരിക്കലും നിസ്സാരമാക്കി കളയരുത്. നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ട് ചില ആളുകൾ നന്മ പറഞ്ഞു തരും, അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം,
അവർ പറഞ്ഞു തരുന്നതിനെ ബഹുമാനിക്കണം. അവരെന്ത് ചെയ്യുക, ഒരിക്കൽ നിസ്സാരപ്പെടുത്തിയത്, ഓ ഇജ്ജാരാ പറഞ്ഞു തരാൻ എന്നൊരു ചോദ്യം ഉണ്ടാവരുത്. ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മളൊരു തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റിനെ തിരുത്തി തന്ന് ആ കൂട്ടുകാരൻ നമ്മളെ തിരുത്തി തന്നു. അപ്പോൾ നമ്മൾ പറയാം അവനോട്, ഓ ഇജ്ജാരാ പറഞ്ഞു തരാൻ എന്നൊരു ഹുങ്ക് നടിച്ച് ഓനെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. കാരണം അവൻ നമുക്ക് നന്മയാണ് പറഞ്ഞു തരുന്നത്. ഒരിക്കലും ആരെയും നിസ്സാരപ്പെടുത്തരുത്. ഒരിക്കൽ ഒരു ഖബറാളിങ്ങനെ വലിയ ശബ്ദത്തിൽ ഇങ്ങനെ കരയാണ്. അങ്ങനെ ഈ ഖബറാളിയുടെ അടുത്തെത്തിയപ്പോൾ ഖബറാളി ഇങ്ങനെ ഒരു കഴുതയുടെ ശബ്ദമാണ് ഉണ്ടാക്കുന്നത്. കഴുതയുടെ രൂപം, കഴുതയുടെ ശബ്ദം. അപ്പോൾ ഇത് കണ്ട സമയത്ത് ഇതെങ്ങനെ അന്വേഷിച്ചു, എന്താണിത് സംഭവം, എന്താണിത് സംഭവം, ഇത് എന്താണ് സംഭവമെന്ന് അന്വേഷിച്ച സമയത്ത് ഈ ഖബറാളിക്ക് സംഭവിച്ചതെന്താണെന്നറിയോ? ഈ ഖബറാളിയുടെ ഉമ്മ ഖുർആൻ ഓതുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യും, വലിയ ശബ്ദം ഉണ്ടാക്കും. ഖുർആനെ ബഹുമാനിക്കുക. ലഹരിയിലായിക്കൊണ്ട് കള്ള് കുടിച്ചു വന്ന് ഈ ഉമ്മ ഖുർആൻ ഓതുന്ന സമയത്ത് വലിയ ശബ്ദത്തിൽ ഇങ്ങനെ സംസാരിക്കുകയും അവിടെ വലിയ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ ഉമ്മ പറഞ്ഞു, മോനെ ഖുർആനാണ് ഓതുന്നത്, ഈ സമയത്ത് എന്ത് ചെയ്യരുത്, ശബ്ദം ഉണ്ടാക്കരുത് എന്ന് ഉമ്മ ഈ മകനോട് പറഞ്ഞപ്പോൾ ഈ മകൻ ആ ഉമ്മയെ തല്ലി. അതിൻ്റെ പേരിൽ ഉമ്മ പറഞ്ഞു, മോനെ ഖുർആനാണ് ബഹുമാനിക്കണം. ഇന്നമാ അൻത തൻഹഖീന കമാ യൻഹഖുൽ ഹിമാർ. ഈ മനുഷ്യൻ അറിയോ, മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ രൂപം അങ്ങ് മാറി, ഇദ്ദേഹം കഴുതയുടെ രൂപത്തിലേക്ക് വന്നു. എന്നിട്ട് കഴുതയുടെ ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കി, കറുത്ത നിറത്തിലുള്ള സാധനം. എന്തേ സംഭവിച്ചത്? ഖുർആനെ ബഹുമാനിച്ചില്ല. ഖുർആന് ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്നത് കേട്ട് ഖുർആൻ ഓതുന്നതിനെ ശല്യപ്പെടുത്തിയതാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം. നന്മ പറഞ്ഞു തരുന്നവരെ ഒരിക്കലും നിസ്സാരപ്പെടുത്തി കളയരുത്. ഇതുപോലെ നമ്മുടെ ഉസ്താദുമാരെ, നമുക്കിപ്പോൾ ഇൽമു പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാരെ നിസ്സാരമാക്കരുത്. നമുക്ക് അറിവ് പകർന്നു തരുന്ന ടീച്ചർമാർ, മാഷന്മാർ തുടങ്ങി അവരൊക്കെ ഉണ്ടല്ലോ, അവരെ ആരെയും നിസ്സാരമാക്കി കളയരുത്. നാലാമത്തത് പണ്ഡിതന്മാരെ നിന്ദിക്കരുത് എന്നതാണ്. ഒരുപാട് ആളുകളുണ്ടാവും പണ്ഡിതന്മാരെ കാണുമ്പോൾ ഒരു നിസ്സാര കണ്ണോടുകൂടെ കാണുന്ന ആളുകൾ. നിങ്ങളവരെ ബഹുമാനിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാൻ പോകരുത്. നമുക്ക് ബഹുമാനിക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ നിന്ദിക്കാൻ പോവണ്ട. നമ്മൾ നമ്മുടെ സുഖലുമായിട്ട് മുന്നോട്ട് പോവുക. പണ്ഡിതന്മാരെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. പണ്ഡിതന്മാരെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്. അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുന്ന ആളുകളാണ്. ദീനിൻ്റെ ഓരോ നിയമങ്ങളും പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയുമാണ് അവർ ചെയ്യുന്ന പണി. അതുകൊണ്ട് പണ്ഡിതന്മാരൊരിക്കലും എന്ത് ചെയ്യരുത്, നിന്ദിക്കാൻ പാടില്ല. അത് നമുക്ക് ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, മുതഅല്ലിമീങ്ങളായ ആളുകൾ, ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുമെന്നതാണ്. അവരുടെ മലക്കുകളുടെ ചിറകിൻ്റെ മേലാണ് നടന്നു പോകുന്നത്. അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഹദീസിൽ വന്ന സംഭവമാണ്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇൽമു പഠിക്കുന്നവരെയോ അല്ലെങ്കിൽ പണ്ഡിതന്മാരെയോ നിന്ദിക്കാൻ പോവരുത്. അഞ്ചാമതായി പറയാനുള്ളത്, ഹറാമും ഹലാലും വേർതിരിച്ച് അതിനെ മനസ്സിലാക്കണം. ഒരിക്കലും ഹലാലായ കാര്യത്തെ നാം ഹറാമായി കാണാൻ പാടില്ല, അല്ലെങ്കിൽ ഹറാമായ കാര്യത്തെ നാം ഹലാലാക്കാനും പാടില്ല. ഇതൊന്നും നിസ്സാരമായ സംഭവമാണ്. എല്ലാവർക്കും സുന്നത്തിനെ നിസ്സാരമാക്കി കളയുന്നത്, അത് സുന്നത്തല്ലേ, ചെയ്യണ്ടല്ലോ, അങ്ങനെ തള്ളിക്കളയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു സുന്നത്തായ കർമ്മം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സുന്നത്തല്ലേ, നിർബന്ധമുള്ള കാര്യമില്ലല്ലോ, അപ്പോൾ അങ്ങനെ ഒഴിവാക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഹലാലിനെ ഹലാലായിട്ടും ഹറാമിനെ ഹറാമായിട്ടും സുന്നത്തിനെ സുന്നത്തായിട്ടും മുബാഹിനെ മുബാഹായിട്ടും എല്ലാ നിയമങ്ങളും അതുപോലെ തന്നെ കാണണം. പിന്നെ ഒരിക്കലും ഹറാമായ ഭക്ഷണം നാം കഴിക്കാതിരിക്കുക. എപ്പോഴും ഹലാലായ ഭക്ഷണം തന്നെ കഴിക്കുക. നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് ഹലാലായ ഭക്ഷണമാണ്. അവർക്ക് ഹറാമിൻ്റെ ഭക്ഷണം കൊടുക്കരുത്. നമ്മുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടത് എന്താണ്? ഹലാലായ ഭക്ഷണമാണ്. നാം അധ്വാനിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ആരെങ്കിലും ഫ്രീ തന്നതോ അല്ലെങ്കിൽ മറ്റാരെയും പറ്റിച്ചതുകൊണ്ടുള്ള സമ്പാദ്യമല്ല, അതുകൊണ്ടുള്ള ഭക്ഷണമല്ല കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാരണത്താൽ നമ്മെ അനുസരിക്കാതെ നമ്മുടെ മക്കൾ മാറും. നമുക്ക് എതിരായിട്ട് നമ്മുടെ മക്കൾ മാറും. കാരണം എന്താണ്? നമ്മുടെ ഹലാലായ ഭക്ഷണം കൊടുത്തില്ല എന്നതാണ്. അവരുടെ ശരീരത്തിലൂടെ ഓടുന്ന എല്ലാ രക്തവും, അവർ ശരീരത്തിൽ വളരുന്ന എല്ലാ മാംസവും എന്ത് ചെയ്യണം? ഹലാലായ രീതിയിലാവണം. ഒരിക്കലും ഹറാം കലർന്നത് കൊടുക്കരുത്.
അപ്പം ഈ 5 കാര്യങ്ങൾ നാം സൂക്ഷിച്ചാൽ നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് ഉറപ്പായിട്ടും ഈമാനോടുകൂടെ എന്ത് ചെയ്യാം, മരണപ്പെടാൻ കഴിയും. ഇതൊക്കെ നിസ്സാരമായി കാണുന്നതാണ്, ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുക, ഖുർആൻ ഓതുന്ന ആളടുത്തു നിന്ന് ഉറക്കെ സംസാരിക്കുക, അതുപോലെ അള്ളാഹു താല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതെ പോവുക, ഹലാലിനെയും ഹറാമിനെയൊന്നും വേർതിരിക്കാതെ അത് ഒരു നിസ്സാരമായ രീതിയിൽ കാണുക, സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് കളയുക, അതിനെ നിസ്സാരപ്പെടുത്തുക, അതുപോലെ പണ്ഡിതന്മാരെ നിസ്സാരപ്പെടുത്തുക, ഇതൊക്കെ എല്ലാവരും നിസ്സാരമാക്കി കളയുന്ന കാര്യമാണ്. ഇതിനൊക്കെ ഗൗരവമായി എടുത്തിട്ടില്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.